498 പോലെയുള്ള നിയമങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ മുകളിൽ ചുമത്തുമ്പോൾ അവിടെ ഒരു അമ്മയും പെങ്ങളും ഉണ്ടെന്ന് മറക്കരുത്. സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണെന്ന് പറയുന്ന നിയമവും വിവാഹ സമയത്ത് അളവിൽ കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുവരുന്ന വധുവിനെ കാണുമ്പോൾ നിശബ്ദത പാലിക്കുന്നു. വിവാഹ സമയത്തെ പിതൃസ്വത്ത് കേസ് വരുമ്പോൾ സ്ത്രീധനമായി മാറും. തുല്യനീതി എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന പലരും കോടതിയിലെത്തുമ്പോൾ സ്വന്തം നേട്ടങ്ങൾക്കായി നിൽക്കുന്നു. ഞങ്ങൾ സ്ത്രീധനത്തിനെതിരാണെന്ന് പരസ്യമായി പറഞ്ഞ് ജീവിതത്തിലേക്ക് വരുന്ന പലരും ഡിവോഴ്സിലേക്ക് എത്തുമ്പോൾ പുരുഷന്റെ കയ്യിലുള്ള സ്വത്തിന് കണക്ക് പറയുന്നു. കല്യാണശേഷം പുരുഷന്റെ പേരിലുള്ള വീടും സ്ഥലവും സ്ത്രീക്ക് അവകാശപ്പെടാവുന്നതാണ്. ഡിവോഴ്സിന് ശേഷം ഭർത്താവായിരുന്ന പുരുഷന്റെ സ്വത്തിന്റെ 50% ഭാര്യയായിരുന്ന സ്ത്രീക്ക്. മന്ത്ലി മെയിൻ്റനൻസ് ആയി പുരുഷന്റെ ശമ്പളത്തിന്റെ 25% വരും. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? പലപ്പോഴും നിയമത്തിന്റെ മുന്നിൽ ഇരകളായി ചിത്രീകരിക്കപ്പെടുന്നത് സ്ത്രീകൾ മാത്രമാണ്. ഇതാണോ തുല്യനീതി? വിവാഹമോചനം നേടിയവരിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ കണക്കെടുത്താൽ 45,000 സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ പുരുഷന്മാരുടേത് ഇരട്ടിയിലധികമാണ്. കൃത്യമായി എണ്ണമിട്ട് പറഞ്ഞാൽ 1,18,979. കാലം മാറിയതറിയാതെ ഇരുട്ടിൽ തപ്പുന്ന നിയമവും നീതി ദേവതയും. അതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രശ്നം. സ്വപ്നം കാണുന്ന ജീവിതം ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ അത് മറ്റൊരാളുടെ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ടാവരുത്. ആഗ്രഹങ്ങൾക്ക് വേണ്ടി പോരാടണം. പക്ഷെ ആ പോരാട്ടം എവിടെ തുടങ്ങണം എന്നുള്ളതാണ് പ്രശ്നം. എന്നെ ഇപ്പൊ കാണിച്ച ഈ ധൈര്യം കുറച്ച് നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ എന്റെ കൂടെയുള്ളവർ കൂടി വിഷമിക്കില്ലായിരുന്നു. നയനയുടെയും സുഹാനയുടെയും ജീവിതത്തിൽ സഹദേവൻ വേണ്ടെന്ന് ഇവര് തീരുമാനിച്ച പോലെ ഇനി എന്റെ ജീവിതത്തിൽ തന്റെ ആവശ്യമില്ല.